ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് അടുക്കളയിലെ വേസ്റ്റുകൾ, ഫുഡ് വേസ്റ്റുകൾ നമുക്ക് എങ്ങനെ നല്ലൊരു ജൈവവളമാക്കി മാറ്റാമെന്നുള്ള ഘട്ടം ഘട്ടമായിട്ട് കാണാം. ഫൈനൽ പ്രോഡക്റ്റും കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ വേസ്റ്റെല്ലാം ഇട്ട് ഇനി കോക്കോ പീറ്റ് തീർന്നിട്ടുണ്ട്. അപ്പോൾ കോക്കോ പീറ്റ് കൂടി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഉള്ള ബക്കറ്റ് ചെയ്യുമ്പോൾ നമുക്കിതിനകത്ത് സ്ലറി വരും, നമുക്ക് ഈ ടാപ്പിലേക്ക് വന്ന് വീഴും. ഏറ്റവും നല്ലത് ഇതാണ്. ഇതുപോലത്തെ വേസ്റ്റ് ബിന്നുകളെക്കാട്ടിലും നല്ലത് ഈ ബക്കറ്റ് ടൈപ്പ് പെയിൻറ്റ് ബക്കറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു ടാപ്പ് സിസ്റ്റം വെച്ച് കൊടുത്താൽ നമുക്കെന്നും ജൈവ സ്ലറി കിട്ടും. ഈ ജൈവ സ്ലറി നമുക്ക് വെള്ളവുമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്കോ ഫ്രൂട്ട്സ് പ്ലാന്റിനോ എല്ലാം ഒഴിച്ചു കൊടുത്താൽ ഏറ്റവും നല്ല റിസൾട്ടാണ് കേട്ടോ. പെട്ടെന്ന് കായ്ഫലമൊക്കെ ഉണ്ടാവേ. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം രണ്ടാഴ്ച ആയതാണേ. നമുക്ക് ഓരോ ആഴ്ച ഓരോ ബിന്ന് നിറയും. അപ്പോൾ ഇത് ഇവിടെ ഒത്തിരി പഴമൊക്കെ കിട്ടും. അപ്പോൾ ഈ പഴം ഒത്തിരി വേസ്റ്റ് വരും. ഒരു പാളയംതോട്ടം പഴത്തിൻ്റെ. അപ്പോൾ അത് ഒത്തിരി വേസ്റ്റ് വരുന്നതെല്ലാം നമ്മൾ ഇടുമ്പോഴത്തേക്കും ഇതങ്ങ് നിറയും. ഒരാഴ്ച കൊണ്ട് 1.5 ആഴ്ച കൊണ്ട് ഒരു ബിന്ന് നിറയും. അപ്പോൾ സെക്കൻഡ് ഘട്ടം ഇങ്ങനെ ഇരിക്കുകയാണ്. തേർഡ് ഘട്ടം ഇതാ പുഴുവൊക്കെ ആയി ഒരുവിധം അളിഞ്ഞ് പുഴുവൊക്കെ ഞൊളയ്ക്കുന്നുണ്ടോ, ലാർവ എന്ന് പറയും. അങ്ങനെയൊക്കെ ഒരുവിധമായിട്ടിരിക്കുകയാണ് പ്രോസസ്സിൻ്റെ തേർഡ് ഘട്ടം. ഫോർത്ത് സ്റ്റേജ് ഇതാണേ. ഇത് ഒരുവിധം ഞങ്ങളൊന്ന് വെയിലത്ത് വെച്ചതാണ്, ഒന്ന് വേറെ ഡ്രമ്മിലേക്ക് മാറ്റാം. ഇനിയിപ്പം ബക്കറ്റോ ബിന്നോ ഒന്നും ഇല്ല ഇത് ഇട്ട് വെക്കാൻ. അങ്ങനെ നമുക്ക് ഈ ഡ്രമ്മിലോട്ട് ഇട്ട് തൽക്കാലം അടച്ചു വെക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഒന്ന് വെയിൽ കൊള്ളിക്കാൻ വെച്ചതാണ്. ഇത്രയുണ്ട്. രണ്ട് ക്യാനിൽ നിന്ന് ഞാൻ മാറ്റിയതാണ്. അതെ, 2 ബിന്നുകളിൽ നിന്നും മാറ്റിയത് ഇത്രയാക്കിയിട്ടുണ്ട്. ഇതാണ് ഫിഫ്ത്ത് സ്റ്റേജ്. നല്ല വളമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇടാവുന്ന എല്ലാം ഇടാം. ലെമൺ ഇടരുത്. പിന്നെ ഞാൻ മീൻമുള്ളൊന്നും ഇടാറില്ല. കാരണം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ നമ്മുടെ കയ്യിൽ മുള്ളൊക്കെ ഉണ്ട്. പെട്ടെന്നൊന്നും ഇത് മാറാതെ തന്നെ നമ്മുടെ കയ്യിൽ മുള്ള് കൊള്ളാൻ സാധ്യതയുണ്ട്. മുട്ടത്തോട് എല്ലാം, ചോറ്, ദോശ, സാമ്പാർ, അങ്ങനെ എല്ലാ ഫുഡ്സും ഇടാം. പിന്നെ ലെമൺ ഇടരുത്, അത് വളമായി മാറാൻ സമയമെടുക്കും. ഈ വളം ഇട്ട് കൊടുത്താൽ ഉണ്ടല്ലോ ഫ്രൂട്ട്സ് പെട്ടെന്ന് പൂ വരാനും കായ് വരാനും ഒക്കെ നല്ല വളരാനും പെട്ടെന്ന് പൊട്ടി വളരാനും ഒക്കെ നല്ല സഹായിക്കും. അതിൻ്റെ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഈ ബേറാപ്പിൾ കണ്ടോ? ഈ ബേറാപ്പിളിന് ഇട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് പൂവൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് കായാൻ തുടങ്ങിയത് ഈ വളം ഇട്ട് കൊടുത്തണൊക്കെയാണ്. അതുപോലെ സപ്പോട്ടയുടെ ലീവ്സൊക്കെ ഇങ്ങനെ വരാനും നല്ല നന്നായിട്ട് ലീവ്സ് വരികയും വളരാൻ സഹായിച്ചത് ഈ വളമാണെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, മസ്റ്റ് ട്രൈ ആണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.